Hi, welcome back my dear friends. Today we see some of the most popular dialogues of Malayalam cinema. ആദ്യമായി മമ്മൂക്ക അഭിനയിച്ച ഒരു വടക്കം വീരകഥയിലെ ഒരു ഡയലോഗ് നോക്കാം നമുക്ക്. ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങൾ കാവൽ മക്കളായി. അതങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷിൽ. You won't be able to defeat Chandu kids. You won't be able to defeat Chandu kids. അടുത്ത ലാലേട്ടൻ്റെ ഒരു ഡയലോഗാണ്, നീ പോ മോനെ ദിനേശ. How can we say it in English? Dinesh, you better get out of here. Dinesh, you better get out of here. Third one, സുരേഷ് ഗോപിയുടെ ഡയലോഗ്, ഓർമ്മയുണ്ടോ ഈ മുഖം? ഡു യു റിമെമ്പർ ദിസ് ഫേസ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡു യു റിമെമ്പർ മീ എന്നുള്ളതിൽ ആ മീ മാറ്റി ദിസ് ഫേസ്. ഡു യു റിമെമ്പർ ദിസ് ഫേസ്? അടുത്ത് തെലങ്ക് സാറിൻ്റെ ഡയലോഗാണ്, നിൻ്റെ അച്ഛനാടാ പറയുന്നത്, കത്ത് താഴിടറ. യുവർ ഫാദർ ഈസ് ടെല്ലിങ് ഡ്രോപ്പ് ദ നൈഫ്. യുവർ ഫാദർ ഈസ് ടെല്ലിങ് ഡ്രോപ്പ് ദ നൈഫ്. അടുത്ത് ദാസൻ്റെയും വിജയൻ്റെയും ഡയലോഗാണ് നാടോടിക്കാരുന്ന സിനിമയിലെ, എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞേ? ദാസ, why didn't we get this idea before? എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് വിജയ. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം വിജയ. വിജയ, എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ്ങെടുത്ത് ഇപ്പം ശരിയാക്കി തരാം. മൊയ്തീൻ, ജസ്റ്റ് ടേക്ക് ദ സ്മോൾ സ്പാനർ, ഐ വിൽ ഫിക്സ് ഇറ്റ് ഫോർ യു റൈറ്റ് അവേ. റൈറ്റ് അവേ മീൻസ് ഇമ്മീഡിയറ്റ്ലി, ഇപ്പോൾ തന്നെ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ. ഗോഡ് ഫാദർ എന്ന സിനിമയിലെ എൻ പിള്ള അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നത്, കയറി വാടാ മക്കളെ, കയറുക, ഗെറ്റ് ഇൻ ചിൽഡ്രൻ, ഗെറ്റ് ഇൻ. അകത്തേക്ക് കയറി വരാൻ പറയുന്നത് ഗെറ്റ് ഇൻ എന്നാണ് പറയുന്നത്. ഒരു തമാശയുണ്ട്, അകത്തേക്ക് കയറി വരാൻ ആരും പറയാൻ അറിയത്തില്ലാത്ത ഒരാൾ പുറത്ത് നിന്നിട്ട് അകത്തേക്ക് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു കഥ അറിയാലോ. സോ നമ്മൾ അകത്തേക്ക് വരാൻ പറയുന്നത് ഗെറ്റ് ഇൻ, പുറത്തേക്ക് പോകാൻ പറയുന്നത് ഗെറ്റ് ഔട്ട്. ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ പൃഥ്വിരാജ് തേജനോട് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്, എവിടെയായിരുന്നു ഇത്രയും കാലം? സോ ദാറ്റ് വി can say in English like this, where have you been so long? അല്ലെങ്കിൽ where have you been all these days? Where have you been all these days? അങ്ങനെ പവനായി ശവമായി. സോ പവനായി ഈസ് നോ മോർ. നോ മോർ എന്ന് വെച്ചാൽ ഡെഡ് എന്നാണ്. സോ പവനായി ഈസ് ഡെഡ് എന്നും പറയാം. ചൂട് നല്ല രീതിയിൽ പറയുന്ന ഒരു ഇതാണ്. സോ പവനായി ഈസ് നോ മോർ. ഹീ ഈസ് നോ മോർ എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു, അവൻ മരിച്ചു എന്നുള്ളൊരു മീനിങ്ങാണ്. ഓക്കെ. ലാലേട്ടൻ്റെ ദശരഥം എന്ന സിനിമയിലെ നമ്മുടെ കണ്ണുകൾ നനയിക്കുന്ന ഒരു ഡയലോഗുണ്ട് ആ മൂവിയുടെ ക്ലൈമാക്സിൽ. അതിങ്ങനെയാണ്, ആനി തൻ്റെ മകനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? അതങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ആസ് ആനി ലവ്സ് ഹെർ സൺ മാഗി ക്യാൻ യു ലവ് മീ? ആസ് എന്നുള്ള ഉപയോഗിച്ചേക്കുന്നത് ലൈക്ക്, പോലെ എന്നുള്ള മീനിയാണ്. ആനി ലവ്സ് ഹെർ സൺ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു, ആദ്യം പഠിച്ചതാണ്, ആനി അവളുടെ മകനെ സ്നേഹിക്കുന്നു. സോ ആസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സ്നേഹിക്കുന്ന പോലെ എന്നാകും. ആനി അവളുടെ മകനെ സ്നേഹിക്കുന്ന പോലെ എന്നാകും. ആസ് ആനി ലവ്സ് ഹെർ സൺ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സോ വി വിൽ മീറ്റ് അഗെയിൻ. The fourth video is on the way. So get prepared, get ready, have a great time. Bye bye.